ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചു വരുന്ന വിഷയം ശുദ്ധീകരണ സ്ഥലവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ്. ശുദ്ധീകരണ സ്ഥലം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ചല്ല, പകരം ശുദ്ധീകരണ സ്ഥലത്തെ ഒരു ആത്മാവിനെ നമുക്ക് ഏതെങ്കിലും രീതിയിൽ ഈ ഭൂമിയിലായിരിക്കുന്ന വിശ്വാസിക്ക് ദൈവസന്നിധിയിലേക്ക് എത്തിക്കാൻ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യാൻ പറ്റുമോ, അങ്ങനെ ഏതെങ്കിലും ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ പ്രവൃത്തിയോ മൂലം ഒരു വ്യക്തിയെ ശുദ്ധീകരണ സ്ഥലത്തേക്ക് എത്തിക്കാൻ പറ്റുമോ എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചു പോകുന്നത്. ഇങ്ങനെ ചിന്തിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം, അങ്ങനെ ഉണ്ട് എന്ന് പഠിപ്പിക്കുകയും പ്രബോധനം നടത്തുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു വിഷയം, ഈ ഭൂമിയിലെ മാനസാന്തരത്തിനും അനുതാപത്തിനുമുള്ള സാധ്യതകളെ മനുഷ്യൻ കാര്യമായി പരിഗണിക്കാതെ വരികയും എപ്പോഴെങ്കിലും ശുദ്ധീകരണ സ്ഥലത്ത് നിന്നെങ്കിലും നമുക്ക് കയറിയാൽ മതി എന്ന ചിന്തയിലേക്ക്, അതായത് പരീക്ഷ എഴുതി ജയിച്ചാൽ മതി എന്ന ചിന്തയിലേക്ക് ഒരു വിശ്വാസി പോവുകയും ചെയ്യുന്ന ഏറ്റവും വലിയ സാത്താൻ്റെ കെണിയാണ് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഈ പുസ്തകം തന്നെ സഭയ്ക്കുത്തരമുണ്ടോ എന്ന് പറയുന്ന ഫാദർ ആൻ്റണി നെറ്റിക്കാട്ടിൻ്റെ ഈ പുസ്തകത്തെ വിശകലനം ചെയ്തുകൊണ്ടാണ്, അതായത് സഭയ്ക്ക് ഈ കാര്യത്തെക്കുറിച്ചുള്ള നിലപാടിനെക്കുറിച്ച് കേരള സഭയുടെ ഒരു വ്യക്തി എഴുതിയിരിക്കുന്ന, ഒരു പുരോഹിതൻ എഴുതിയിരിക്കുന്ന പ്രബോധനത്തെയാണ് നമ്മളൊന്ന് പരിശോധിക്കുന്നത്. ഇത് പല വിഷയങ്ങളിലൂടെ നമ്മൾ പരിശോധിച്ചു പോവുകയാണ്. കഴിഞ്ഞ വീഡിയോസ് കാണാത്ത വ്യക്തികളാണെങ്കിൽ, ഇതിനു മുമ്പ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്ത വീഡിയോസ് കാണാത്ത വ്യക്തികളാണെങ്കിൽ ഇത് മാത്രമായിട്ട് കാണുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വിശദമായി മനസ്സിലാകാൻ സാധ്യതയില്ല. അതുകൊണ്ട് അങ്ങനെ അഭിപ്രായം പറയാനോ കാര്യങ്ങൾ മനസ്സിലാക്കാനോ താല്പര്യമുള്ള വ്യക്തികളാണെങ്കിൽ തൊട്ട് മുമ്പത്തെ വീഡിയോ കൂടി കണ്ടിട്ട് ഇത് കാണുകയാണെങ്കിൽ കൂടുതൽ ക്ലാരിറ്റി കിട്ടും. അപ്പോൾ നമ്മൾ ഈ പുസ്തകത്തെ ഒന്ന് വിശകലനം ചെയ്യുകയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഴയ നിയമവുമായി ബന്ധപ്പെട്ട് മക്കബായരുടെ പുസ്തകവും മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് യെശയ്യാ പ്രവചനത്തിൻ്റെ പുസ്തകം, ഇങ്ങനെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഈ പുസ്തകം പറഞ്ഞിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മൾ വിശകലനം ചെയ്തു. പുതിയ നിയമവുമായി ബന്ധപ്പെട്ട് ഈ പുസ്തകം എന്ത് പറയുന്നു എന്നുകൂടെ നമ്മളത് പരിശോധിച്ചു വരിക. ഈശോ തന്നെയാണ് പുതിയ നിയമത്തിലെ ശുദ്ധീകരണ സ്ഥലത്തെ പറ്റി പരാമർശിച്ചത്. ഈശോ ശുദ്ധീകരണ സ്ഥലത്തെപ്പറ്റി പരാമർശിച്ചു എന്ന് ഈ പുസ്തകം പറയുന്നു. വാക്യങ്ങൾ പറയുകയാണ്: മനുഷ്യപുത്രനെതിരായി ആരെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ അത് ക്ഷമിക്കപ്പെടും, എന്നാൽ പരിശുദ്ധാത്മാവിനെതിരായി ആരെങ്കിലും സംസാരിച്ചാൽ ഈ യുഗത്തിലോ വരാനിരിക്കുന്ന യുഗത്തിലോ ക്ഷമിക്കപ്പെടുകയില്ല. മത്തായി സുവിശേഷത്തിലെ അതിൻ്റെ 12-ാം അധ്യായം 32-ാം വാക്യം യേശു ഉദ്ധരിക്കുന്ന ഒരു വചനത്തെയാണ് ഇദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത്. ഈ യുഗത്തിലോ വരാനിരിക്കുന്ന യുഗത്തിലോ രക്ഷപ്പെടുകയില്ല എന്ന വിഷയം. ഇതിനെന്താണ് വ്യാഖ്യാനം എന്ന് കൂടെ നമുക്ക് വായിക്കാം. വരാനിരിക്കുന്ന യുഗത്തിലോ ലോകത്തിലോ മാത്രം ക്ഷമിക്കപ്പെടുന്ന ചില പാപങ്ങൾ ഉണ്ടെന്നല്ലേ ഇത് വെളിവാക്കുന്നത്? സ്വർഗത്തിൽ പാപങ്ങൾ ക്ഷമിക്കപ്പെടും എന്ന വസ്തുതയെ ഉദിക്കുന്നില്ല. കാരണം മലിനമാക്കപ്പെട്ട യാതൊന്നും അവിടെ പ്രവേശിക്കുക സാധ്യമല്ല. അതുപോലെ നരകത്തിലും പാപങ്ങൾ ക്ഷമിക്കപ്പെടുകയില്ല. കാരണം നിത്യശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവർക്ക് രക്ഷ പ്രാപിക്കാൻ സാധിക്കുകയില്ല. അതിനാൽ മാപ്പ് നൽകൽ ശുദ്ധീകരണ സ്ഥലം എന്ന ഇടമധ്യ സ്ഥലത്തെ അവസ്ഥയെയാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ യേശു ക്രിസ്തു പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത് ബേത്സബൂലിനെ കൊണ്ടാണ് എന്ന് പറഞ്ഞ് യഹൂദരുടെ അടുത്ത് പരിശുദ്ധാത്മാവിനെതിരായി ചെയ്യപ്പെടുന്ന പാപം ക്ഷമിക്കപ്പെടുകയില്ല എന്ന വിഷയമാണ് ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, പ്രത്യേകിച്ചൊരു വചനത്തെ വ്യാഖ്യാനിക്കുമ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നോ സാഹചര്യത്തിൽ നിന്നോ അടർത്തിയെടുത്ത് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ വ്യാഖ്യാനിക്കുന്ന ഒരു രീതി പൊതുവായിട്ടുണ്ട്. ഈ രീതി ഒരിക്കലും അനുകരണീയമല്ല, അത് ചെയ്യരുത് എന്ന് എപ്പോഴും നമ്മളെ സഭ പോലും പഠിപ്പിക്കുന്ന വിഷയമാണ്. എന്നാൽ ഈ വിഷയത്തിന് അച്ഛൻ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് മത്തായി സുവിശേഷം 12:32 ആ സിറ്റുവേഷൻ നമുക്കറിയാം. പിശാചിനെ ബഹിഷ്കരിച്ചത് ബേത്സബൂലിനെ കൊണ്ടാണ് എന്ന് പറയുകയാണ്. പലപ്പോഴും യഹൂദരോട് യേശു പറയുമ്പോൾ സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറയാറുണ്ട്. മാത്രമല്ല, ഒരിക്കലും ക്ഷമിക്കപ്പെടാത്ത കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഇവിടെ എടുത്തു പറയുകയാണ് രണ്ട് കാര്യം എടുത്ത്, അതായത് ഈ യുഗത്തിലോ വരാനിരിക്കുന്ന യുഗത്തിലോ ഒരിക്കലും ക്ഷമിക്കപ്പെടില്ല പരിശുദ്ധാത്മാവിനെതിരായ പാപം. അതായത് അതിൻ്റെ കനത്തെക്കുറിച്ച്, അതിൻ്റെ കട്ടിയെക്കുറിച്ച് ബോധ്യം കൊടുക്കാൻ, ഒരിക്കലും ക്ഷമിക്കപ്പെടുകയില്ല എന്ന ബോധ്യം കൊടുക്കുവാൻ വേണ്ടി ഉപയോഗിച്ച വാക്കിനെ നമ്മുടെ ആശയത്തെ ശരിയാക്കാൻ വേണ്ടി, ആശയത്തെ നമുക്ക് വേണ്ടി വ്യാഖ്യാനിക്കാൻ വേണ്ടി നമ്മളൊരു വ്യാഖ്യാന രീതി എടുക്കുകയാണ്. ഈ യുഗത്തിലോ വരാനിരിക്കുന്ന യുഗത്തിലോ ക്ഷമിക്കപ്പെടുകയില്ല എന്ന് പറയുകയാണെങ്കിൽ, അങ്ങനെയെങ്കിൽ വരാനിരിക്കുന്ന യുഗത്തിലും ക്ഷമിക്കുന്ന പാപങ്ങളുണ്ട് എന്നല്ലേ ആ വാക്യത്തിൻ്റെ തെളിവ്, ആ വചനത്തിൻ്റെ തെളിവ് എന്നൊരു ചോദ്യം ചോദിക്കുക. പലപ്പോഴും കത്തോലിക്ക സഭ ഏറ്റവും മോശമായി പറയുന്നൊരു കാര്യമുണ്ട്.
ബൈബിളിനെ ചെറി പിക്ക് ചെയ്തിട്ട്, അതായത് ബൈബിളിലെ ഏതെങ്കിലും ഒരു വാക്യത്തെ ചെറി പിക്ക് ചെയ്ത് അതിനെ വ്യാഖ്യാനിക്കുന്ന രീതി ശരിയല്ല എന്ന് സഭ തന്നെ പഠിപ്പിക്കുന്ന ഒരു വിഷയമാണ്. ഈ വാക്യം നമുക്ക് ആവശ്യത്തിന് വേണ്ടി ചെറി പിക്ക് ചെയ്ത് വ്യാഖ്യാനിക്കുകയല്ലേ ചെയ്തത് എന്ന് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കാം. ഇത് 2 ഉദാഹരണങ്ങൾ, അതായത് സാധാരണ വിശുദ്ധ ബൈബിളിൻ്റെ എക്സ്പ്ലനേഷൻ രീതിയെക്കുറിച്ച് നമ്മൾ പരിശോധിക്കുമ്പം പ്രത്യേകിച്ച് പറയുന്ന 2 വേർഡുകൾ നമ്മൾ ശ്രദ്ധിക്കുക. എക്സിജീസസ് എന്നും ഐസിജീസസ് എന്നും. എക്സിജീസസ് എന്ന വ്യാഖ്യാന രീതി അതിൻ്റെ യഥാർത്ഥ കോണ്ടെക്സ്റ്റ്, അതിൻ്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്, അതിൻ്റെ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്, അതിൻ്റെ ലിംഗ്വിസ്റ്റിക് ബാക്ക്ഗ്രൗണ്ട്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളെയും കൃത്യമായി അനലൈസ് ചെയ്ത് ഒരു സ്റ്റഡി വരുന്നതിനെയാണ് എക്സിജീസസ് എന്ന് പൊതുവെ വിശുദ്ധ ബൈബിളുമായി ബന്ധപ്പെട്ട് പഠിക്കുന്നവരെ കുറിച്ച് പറയുന്നത്. എന്നാൽ ഐസിജീസസ് ആകട്ടെ, അവനൊരു ആശയമുണ്ട്, എൻ്റെ ഉള്ളിൽ ഒരു ആശയമുണ്ട്, ആ ആശയത്തെ എനിക്ക് കേൾവിക്കാരിലേക്ക് ഇൻജക്റ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ആദ്യം എൻ്റെ ആശയം ഇൻജക്റ്റ് ചെയ്യും, എന്നിട്ട് ആ ആശയം ഇൻജക്റ്റ് ചെയ്തതിനെ സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് പറ്റാവുന്നൊരു വാക്യം ചെറിപ്പിക്ക് ചെയ്ത് ഇതിലേക്ക് ആഡ് ചെയ്യും. അതായത് എൻ്റെ ആശയത്തെ ബൈബിളിലേക്ക് വായിച്ച് തള്ളിക്കയറ്റുന്ന, ഇൻജക്റ്റ് ചെയ്യുന്ന, പെനിട്രേറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് എക്സിജീസസ് എന്ന് പറയുന്നത്. ഇതിന് 2 ഉദാഹരണങ്ങൾ, ഇത് എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള 2 ഉദാഹരണങ്ങൾ ഞാനൊന്ന് പറയാം. അതായത് എംബർ റഹ്മാനുവിലെ പല വ്യക്തികളും നമ്മളെ ഫോണിൽ വിളിക്കാറുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് മരിയ ഭക്തിയോട് അതീവമായി ചേർന്ന് നിൽക്കുന്ന ചില വ്യക്തികൾ മാതാവ് യേശുക്രിസ്തുവിന് മുൻപ് അല്ലെങ്കിൽ ആദ്യം മുതൽ ആദത്തിന് മുൻപേ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ചില വാക്യങ്ങൾ എടുത്ത് വ്യാഖ്യാനിച്ചപ്പോൾ അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ അവരുപയോഗിച്ച ചില രീതികൾ, പ്രത്യേകിച്ച് ഉൽപ്പത്തി പുസ്തകവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, ആദത്തിന് കായേനും ആബേലും അല്ലാതെ മറ്റു മക്കളുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, ബൈബിളിൽ എവിടെ തെളിവ്? ബൈബിളിൽ കിടക്കുന്നത് കായേനും ആബേലും തമ്മിലാണല്ലോ മക്കളെന്നാണല്ലോ കാണുന്നത്. അങ്ങനെയല്ല. കാരണം ബൈബിളിലെ 3-ാം അധ്യായത്തിൽ, ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ നിങ്ങളുടെ ഗർഭാരിഷ്ടതകൾ ഞാൻ വർദ്ധിപ്പിക്കും എന്ന് വചനം പറഞ്ഞിരിക്കുക. അതായത് പാപം ചെയ്തത് മൂലം ഹൗവായുടെ ഗർഭ അരിഷ്ടതകൾ, അതായത് ഗർഭവേദന, പ്രസവ വേദന വർദ്ധിപ്പിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു വാക്യം വർദ്ധിപ്പിക്കുമെന്നാണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം അതിനു മുൻപ് പ്രസവവേദന കുറവായിരുന്നു എന്നല്ലേ? ഉള്ളൊരു കാര്യത്തെയല്ലേ വർദ്ധിപ്പിക്കാൻ പറ്റുള്ളൂ. അതിനു മുമ്പ് പ്രസവം നടന്നിട്ടില്ല, പ്രസവവേദന ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ ഇത് വർദ്ധിപ്പിക്കുമെന്ന് പറയാൻ പറ്റും? അപ്പോൾ അതിനു മുമ്പ് പ്രസവവേദന ഉണ്ടായിരുന്നുവെന്നും കായേനും ആബേലിനും മുൻപ് മറ്റു മക്കളുണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവ് അല്ലേ ഇത്? പാപം ചെയ്യുന്നതിന് മുൻപ് ആദത്തിനും ഹവ്വയ്ക്കും മറ്റു മക്കളുണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവല്ലേ ഈ വാക്യമെന്നാണ് അദ്ദേഹം വ്യാഖ്യാനിച്ചത്. നമ്മൾ ബൈബിള് വളരെ ലളിതമായി വ്യാഖ്യാനിക്കുകയോ പരിശോധിക്കുകയോ ചെയ്താൽ നമുക്കറിയാം, ആദത്തിന് ഹവ്വയ്ക്കും കായേനും ആബേലുമാണ് ആദ്യത്തെ മക്കളെന്ന് ബൈബിൾ വളരെ വ്യക്തതയോടെ പറയുന്ന, കൃത്യമായി എക്സിജീസസ്, അതായത് ആ ബൈബിൾ വചനം നമുക്ക് തരുന്ന വ്യാഖ്യാനം അതാണ്. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനത്തെ ഇതിലോട്ട് ഇൻജക്റ്റ് ചെയ്യുമ്പോൾ ഈ വാക്യത്തെ വേണമെങ്കിൽ ഇങ്ങനെ ഉപയോഗിക്കാം. വീണ്ടും ഒരു വാക്യം കൂടി ഞാൻ എടുക്കുക. ഇത് അദ്ദേഹം പറഞ്ഞതല്ല, എനിക്ക് വായിച്ചപ്പോൾ ഇദ്ദേഹത്തിന് വേണമെങ്കിൽ ഈ വാക്യത്തെ ഇങ്ങനെ ഉപയോഗിക്കാൻ പാടില്ലേ എന്ന് ചിന്തിച്ച കാര്യമാണ്. അത് വേറൊന്നുമില്ല, നമ്മൾ ബൈബിളിൽ കിടക്കുന്ന ഒരു വാക്യമാണ്. ആദത്തെക്കുറിച്ച് പറയുമ്പോൾ ആദത്തിന് ഹവ്വയെ ചേർന്ന് ഇണയാക്കി കൊടുത്തു. അതിനുശേഷം പറയുകയാണ്, പുരുഷൻ തൻ്റെ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും. അപ്പോൾ ഈ വാക്യം നമ്മൾ ഉൽപ്പത്തി പുസ്തകം 2:24 ആ വാക്യം ഉള്ളത്. ഈ വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് തോന്നുന്നൊരു കാര്യം എന്താ? അങ്ങനെയെങ്കിൽ ആദത്തിന് മാതാപിതാക്കൾ ഉണ്ടോ ഇല്ലയോ എന്നൊരു സംശയം നമുക്കവിടെ തോന്നാം. കാരണം പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരുമെന്ന് പറയുമ്പോൾ അങ്ങനെയെങ്കിൽ ആദത്തിന് വേറെ മാതാപിതാക്കളുണ്ട്. അപ്പോൾ ആദ്യത്തെ മനുഷ്യൻ ആദമേ അല്ല എന്ന് പറയേണ്ടി വരും. അതായത് ആദം പോലുമല്ല ആദ്യത്തെ മനുഷ്യൻ, ആദത്തിനോ ഒരു മാതാപിതാക്കളുണ്ട് എന്ന രീതിയിലേക്ക് ഈ വ്യാഖ്യാനത്തെ എങ്ങനെ വ്യാഖ്യാനിച്ചാൽ, അതായത് എക്സിജീസസ്, ഞാനൊരു ആശയം എടുത്തിട്ട് ആ ആശയം അതിലേക്ക് തള്ളിക്കയറ്റാൻ ശ്രമിച്ചാൽ നമുക്ക് ഇങ്ങനെയും തോന്നാം. എന്നാൽ ഇത് ഭാവി കാലവുമായി ബന്ധപ്പെട്ട് സകല മനുഷ്യർക്കുമുള്ള വിവാഹമെന്ന കൂദാശ സ്ഥാപിക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതി എങ്ങനെയായിരിക്കണം ലോകത്ത് വിവാഹം എന്നുള്ളതിനെക്കുറിച്ച് ബൈബിൾ നമുക്ക് തരുന്ന പ്രബോധനമാണ് എന്ന് എക്സിജീസസ്, എന്താണ് ബൈബിൾ ആ വാക്യത്തിലൂടെ നമുക്ക് തരുന്ന പ്രബോധനം? അത് ഇത്രയേ ഉള്ളൂ. ലോകത്ത് വിവാഹം എന്ന് പറയുന്ന കൂദാശ സ്ഥാപിച്ച ദൈവം പറയുന്ന വിഷയം ഇതാണ്: അവൻ മാതാപിതാക്കളുടെ ഇഷ്ടത്തിനല്ല പിന്നീട് പോകേണ്ടത്, ഭാര്യയുമായി ചേർന്ന്, എന്നാൽ മാതാപിതാക്കളെ ബഹുമാനിക്കണമെന്ന് വിശുദ്ധ ബൈബിൾ വ്യക്തമായി പറയുകയും, എന്നാൽ അവൻ്റെ പ്രധാനപ്പെട്ട വിഷയം ഭാര്യ, അവൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ടിട്ടാണ് എന്നുള്ളത് ബൈബിൾ നമുക്ക് തരുന്ന ഒരു പ്രബോധനമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ എക്സിജീസസും എക്സിജീസസും എന്താണെന്ന് ഞാൻ പറയാനുള്ള കാരണം,
അച്ഛൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വ്യാഖ്യാന രീതി ഇതൊരിക്കലും അച്ഛൻ മാത്രമല്ല, കത്തോലിക്ക സഭയുടെ മിക്ക പ്രബോധനങ്ങളും ഞാൻ CCC എടുത്ത് വായിച്ചു, അതിലും ഇതേ കാര്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതേ വാക്യം തന്നെ ഉദ്ധരിച്ചിട്ടുണ്ട്. ഈ യുഗത്തിലോ വരാനിരിക്കുന്ന യുഗത്തിലോ എന്ന് പറഞ്ഞിട്ട് വരാനിരിക്കുന്ന യുഗത്തിലോ ഒരു പാപക്ഷമയുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഈ വാക്യത്തെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഇനി ഇൻ കേസ് വരാനിരിക്കുന്ന യുഗത്തിൽ പാപക്ഷമയുണ്ട് എന്ന് തന്നെ നമ്മൾ എടുക്കുകയാണെങ്കിൽ പോലും അതൊരിക്കലും ഭൂമിയിലുള്ള വ്യക്തിക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് അടുത്ത മറ്റൊരു ചിന്തയായിട്ട് നമ്മൾ എടുക്കേണ്ടി വരും. ഇവിടെ നമ്മൾ ബൈബിൾ വചനത്തെ എക്സീജീസസ് ചെയ്യരുത് ഒരിക്കലും. നമ്മുടെ വ്യാഖ്യാനത്തിനോ നമ്മുടെ ആശയത്തിനോ നമ്മുടെ ഇഷ്ടത്തിനോ ഇത് ഉപയോഗിക്കരുത് എന്ന് വ്യക്തമായി ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. തിമോത്തിയർക്ക് ലേഖനം 2 തിമോത്തി 2:14-15 വാക്യങ്ങളിൽ നമ്മളോട് പറയുന്ന കാര്യമാണ്. നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ദൈവവചനത്തെ വളച്ചൊടിക്കരുത് എന്ന് അപ്പസ്തോലനായ പൗലോസ് തിമോത്തിക്ക് കൃത്യമായ പ്രബോധനം കൊടുത്തിരിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും അത് ചെയ്യരുത് എന്ന് ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുക. വീണ്ടും സ്വർഗത്തിൽ പാപം ക്ഷമിക്കപ്പെടുമെന്ന് വസ്തുത ഉദിക്കുന്നേയില്ല, കാരണം മലിനമാക്കപ്പെട്ട യാതൊന്നും അതിൽ പ്രവേശിക്കുന്നില്ല, അതുപോലെ നരകത്തിലുമില്ല. അപ്പോൾ ഒരു ഇടവിധാനത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത് എന്ന് പറഞ്ഞിട്ട് വീണ്ടും അടുത്ത സുവിശേഷത്തിലെ മറ്റൊരു വാക്യം കൂടി എടുത്ത് ഉപയോഗിക്കുകയാണ്. മത്തായി സുവിശേഷം 5:25-26 വാക്യം. നീ പ്രതിയോഗിയോട് വഴിക്ക് വെച്ച് തന്നെ വേഗം രമ്യതപ്പെട്ടുകൊള്ളുക, അല്ലെങ്കിൽ പ്രതിയോഗി നിന്നെ ന്യായാധിപനും ന്യായാധിപൻ സേവകനും ഏൽപ്പിച്ചു കൊടുക്കും. അങ്ങനെ നീ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടും. അവസാന ചില്ലിക്കാശ് കൊടുത്തു വിട്ടുവോളം നീ അവിടെ നിന്നും പുറത്തു വരികയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ഇവിടെ യേശു ഒരു ഉപമയാണ് പറഞ്ഞിരിക്കുന്നത്. അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ നിന്റെ എതിരാളിയായി വരുന്ന ഒരു വ്യക്തിയോട്, പ്രതിയോഗിയോട് നീ എന്ത് ചെയ്യണം? വഴിക്ക് വെച്ച് തന്നെ രമ്യതപ്പെടണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അങ്ങനെ രമ്യതപ്പെട്ടില്ലെങ്കിൽ അവൻ നിന്നെ ന്യായാധിപനെ ഏൽപ്പിക്കും. ആ ന്യായാധിപൻ അവസാന ചില്ലിക്കാശ് വിട്ടുവോളം നിന്നെ കാരാഗ്രഹത്തിൽ അടയ്ക്കും. അത് ഭൂമിയിലെ കാര്യമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, പറഞ്ഞിരിക്കുന്നത്. ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി വേണ്ട, നമ്മൾ ആത്മീയമായിട്ട് നമ്മൾ ആ വിഷയത്തെ എടുക്കുകയാണ്. അവിടെയും നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, നീ ഈ ജീവിതത്തിലായിരിക്കുമ്പോൾ, ഈ ഭൂമിയിൽ മനുഷ്യ ജീവിതത്തിലായിരിക്കുമ്പോൾ തന്നെ നീ രമ്യതപ്പെടണം. ആരോട്? വിശ്വാസത്താൽ ക്രിസ്തുവിനോട് രമ്യതപ്പെടണം. അല്ലെങ്കിൽ നിന്നെ എന്ത് ചെയ്യും? നിന്നെ നിത്യശിക്ഷയിലേക്ക് തള്ളുമെന്നല്ലേ അവിടെ വചനം പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയല്ലേ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുക. അല്ലാതെ നമുക്ക് വീണ്ടും ഒരു വരവുണ്ടെന്നോ അല്ലെങ്കിൽ അവിടെ നമ്മുടെ പ്രാർത്ഥന മൂലം ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് രക്ഷയുണ്ടെന്ന് നമുക്ക് ഒരിക്കലും സാധിക്കില്ല മനസ്സിലാക്കാൻ. അങ്ങനെ ഒരു രക്ഷയുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുകയാണെങ്കിൽ തന്നെ ശുദ്ധീകരണ സ്ഥലം എന്നൊരു ഇടവിധാനം ഉണ്ട്. ദൈവത്തിന് അതും സാധിക്കും. കാരണം സർവശക്തനായ ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ഒരുവനെ വിശുദ്ധീകരിക്കാനും സാധിക്കും. അത് ദൈവത്തിന് മാത്രം കഴിയുന്ന കാര്യമല്ലേ. ഏതെങ്കിലും മനുഷ്യന്, ഈ ഭൂമിയിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തിക്ക് അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് എങ്ങനെ നമുക്ക് ദൈവവചനത്തിലൂടെ തെളിയിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് അവിടെയും ഞാൻ ചോദിക്കുന്ന ചോദ്യം. അവിടെ മരിച്ച വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് കാണിക്കാൻ വേണ്ടി അപ്പസ്തോലനായ പൗലോസ് 2 തിമോത്തി 1:16-18 വാക്യങ്ങളാണ് അച്ഛൻ അവിടെ ഒരു പ്രബോധനമായിട്ട് എടുത്തിരിക്കുന്നത്. ഒനേസിഫോറസിന്റെ കുടുംബത്തിന്റെ മേൽ കർത്താവിന് കാരുണ്യം ചൊരിയട്ടെ. എന്തെന്നാൽ അവൻ പലപ്പോഴും എന്നെ ആശ്വസിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ ചങ്ങലകളെപ്പറ്റി അവൻ ലജ്ജിച്ചിട്ടുമില്ല. അവൻ റോമിലെത്തിയപ്പോൾ എന്നെപ്പറ്റി ആകാംക്ഷാപൂർവം അന്വേഷിക്കുകയും എന്നെ കാണുകയും ചെയ്തു. എഫേസുസിൽ വെച്ച് അവൻ ചെയ്ത സേവനങ്ങളെ പറ്റിയെല്ലാം നിനക്ക് നന്നായി അറിയാമല്ലോ. അവസാന ദിവസം കർത്താവിൽ നിന്ന് കാരുണ്യം ലഭിക്കാൻ അവിടുന്ന് അവന് അനുഗ്രഹം നൽകട്ടെ. അപ്പോൾ മരണത്തിന് ശേഷം ഒനേസിഫോറസിൻ്റെ കുടുംബത്തിന് വേണ്ടി പൗലോസ് അപ്പോസ്തലൻ പ്രാർത്ഥിച്ചു. തീർച്ചയായിട്ടും ഏതൊരു വ്യക്തിയും, ഏതൊരു ശുശ്രൂഷകനും, ഏതൊരു ദൈവദാസനും മരണത്തിന് ശേഷം അവൻ്റെ കുടുംബത്തിന് വേണ്ടി സഭ പ്രാർത്ഥിക്കണം, സമൂഹം പ്രാർത്ഥിക്കണം. അതിന് യാതൊരു വിധമാറ്റവുമില്ല. അപ്പോസ്തലനായ പൗലോസ് നമ്മളെ പഠിപ്പിച്ചു. ജീവിച്ചിരിക്കുന്ന സകലർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഇനി അടുത്തത് ഒനേസിഫോറസിന് വേണ്ടി പൗലോസ് പ്രാർത്ഥിച്ചു എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു വെക്കുന്ന വിഷയം. ആ വാക്യം നമ്മൾ ശ്രദ്ധിച്ച്, എഫേസുസിൽ വെച്ച് അവൻ ചെയ്ത സേവനങ്ങളെ പറ്റിയെല്ലാം നിനക്ക് നന്നായി അറിയാമല്ലോ. അവസാന ദിവസം കർത്താവിൽ നിന്നും കാരുണ്യം ലഭിക്കുവാൻ അവിടുന്ന് അവന് അനുഗ്രഹം നൽകട്ടെ. കർത്താവിൽ നിന്ന് കാരുണ്യം ലഭിക്കുവാൻ അവിടുന്ന് അവന് അനുഗ്രഹം നൽകട്ടെ. പൗലോസ് ഇവിടെ ഒരു കുർബാന അർപ്പിച്ചില്ല. പൗലോസ് ഇവിടെ ഒരു അപ്പം നുറുക്കി ശുശ്രൂഷ നടത്തിയില്ല. പൗലോസ് ഇവിടെ ഒരു ഒപ്പീസും ചൊല്ലിയില്ല. പൗലോസ് ഇവിടെ ഒരു കർമ്മവും നടത്തിയില്ല. എന്താ ചെയ്തത്? അവസാന ദിവസം ദൈവം അവന് നീതിയുടെ കിരീടം കൊടുക്കട്ടെ, അവൻ്റെ പ്രവൃത്തിക്കൊത്തുള്ള ഫലം കൊടുക്കട്ടെ. ദൈവവചന അടിസ്ഥാനത്തിൽ അവൻ്റെ പ്രവൃത്തിക്കുള്ള ഫലം കൊടുക്കാൻ വാങ്ങാൻ നിങ്ങൾ വരേണ്ടി വരും. ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ, ക്രിസ്തുവിൻ്റെ സിംഹാസനത്തിൽ നിൽക്കേണ്ടി വരുമെന്ന് പൗലോസ് അപ്പോസ്തലൻ തന്നെ പഠിപ്പിച്ചു. പ്രബോധനത്തിൽ, പുതിയ നിയമത്തിൽ എത്രയോ വാക്യങ്ങളാണ് നിന്റെ ജീവിതത്തിൽ ചെയ്ത നന്മയും തിന്മയും എന്ത് തന്നെയാണെങ്കിലും അതിന് പ്രതിഫലം വാങ്ങാൻ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൽ നീ വരേണ്ടി വരും. യേശുവിൻ്റെ ന്യായാധിപനായ ക്രിസ്തുവിൻ്റെ മുൻപിൽ നീ വരേണ്ടി വരുമെന്ന് നമ്മളോട് വചനം പറഞ്ഞിരിക്കുക.
ദാനിയേലിന്റെ പുസ്തകം മുതൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, നന്മയും തിന്മയും അനുസരിച്ച് അവൻ മണ്ണിൽ നിന്നും വരും, അവൻ ഒന്നുകിൽ ശിക്ഷ അല്ലെങ്കിൽ അനുഗ്രഹം ഇത് കൊടുക്കും. അപ്പോൾ ഇവിടെ വചനം പറഞ്ഞിരിക്കുന്നത് അവസാന ദിവസം കർത്താവിൽ നിന്ന് കാരുണ്യം ലഭിച്ച് അവൻ്റെ പ്രവൃത്തി, തൊട്ടുമുമ്പ് അവിടെ പ്രവൃത്തി എഫേസുസിൽ വെച്ച് അവൻ ചെയ്ത നല്ല പ്രവൃത്തികൾ, നല്ല സേവനത്തെ ഉദ്ധരിച്ചുകൊണ്ട് ദൈവം അവന് നീതിയുടെ കിരീടം കൊടുക്കട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പൗലോസ് പറയുന്നുണ്ട്, ഞാൻ തന്നെ അത് നേടിയെന്നല്ല, പകരം അത് നേടാനായി ഞാൻ മുന്നോട്ട് പോകുന്നു. അവസാന അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ജീവിക്കുന്ന ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുന്നതാണ് കൂടുതൽ ശ്രേഷ്ഠം, മരിച്ച് ക്രിസ്തുവിനോട് കൂടി ആയിരിക്കുകയാണ് കൂടുതൽ ശ്രേഷ്ഠം. അത് പൗലോസിനത് വെളിപ്പാട് കിട്ടി, ഞാൻ ക്രിസ്തുവിനോട് കൂടി ആയിരിക്കും, ആ വിശുദ്ധിയിൽ പൂർണ്ണമായി ദൈവത്തോടു കൂടെ ആയിരിക്കും എന്നുള്ള ബോധ്യത്തിലാണ് അപ്പോസ്തലൻ എഴുതുന്നത്. എന്നാൽ ഒനേസിഫോറസിനെ കുറിച്ച് ഇവിടെ അപ്പോസ്തലൻ പറയുന്നത് ദൈവം അവന് കൊടുക്കട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവം അവന് നീതിയുടെ കിരീടം കൊടുക്കട്ടെ എന്നുള്ളതാണ്. എന്നിട്ട് നമ്മളതിനെ വ്യാഖ്യാനിച്ചിട്ടാണ് പറയുന്നത് ഇത് മരിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ്. എൻ്റെ ചോദ്യം ഇതാണ്, അപ്പോസ്തലനായ പൗലോസ് അവിടെ ഒപ്പസില്ലയോ? അപ്പോസ്തലനായ പൗലോസ് അവിടെ കുർബാനയില്ലയോ? അപ്പോസ്തലനായ പൗലോസ് അവിടെ ഇരുന്നിട്ട് കൊന്ത ചെല്ലിയോ? എന്താണ് ഈ മരിച്ച വിശ്വാസിക്ക് വേണ്ടി ചെല്ലിയത്? മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോടതൽ മോക്ഷത്തിൽ ചേരുവാൻ ഇടയാകട്ടെ, ഈ പ്രാർത്ഥനയാണോ ചെല്ലിയത്? ഇതൊന്നും അല്ലല്ലോ ചെല്ലിയത്. ദൈവത്തിൻ്റെ കരുണയെ അവൻ്റെ മേൽ ചൊരിഞ്ഞ് നീതിയുടെ കിരീടത്തിന് വേണ്ടിയിട്ട് അങ്ങനെ കൊടുക്കട്ടെ എന്ന് ഒരു ആശംസയാണ് അപ്പോസ്തലനായ പൗലോസ് അർപ്പിക്കുന്നതായിട്ട് നമ്മൾ വചനത്തിൽ വായിക്കുന്നത്. ഇനി മരണമടഞ്ഞ തൻ്റെ പുത്രിക്ക് വേണ്ടി സിനഗോഗിൽ വെച്ച് യേശുവിനോട് മുട്ടുകുത്തി യാചിച്ച് പ്രാർത്ഥിക്കുന്ന യഹൂദ പ്രമാണിയെ സുവിശേഷം വരച്ച് കാണിക്കുന്നത് യേശുവിൻ്റെ പരസ്യജീവിത കാലത്ത് അവൾ മരിച്ചു എന്ന ബോധ്യത്തിൽ മാത്രമല്ല, മരിച്ചവരെ ഉയർപ്പിക്കാൻ കഴിയുമെന്ന് യേശുവിന് ശക്തിയുണ്ടെന്നുള്ള ബോധ്യത്തിലാണ്. ഞാൻ ഇന്നും വിശ്വസിക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കാൻ സാധിക്കുന്നവരാണ് കർത്താവായ യേശു ക്രിസ്തു. ഇന്നും അത് സംഭവിക്കും. വിശ്വസിക്കുന്ന ഒരുവനുണ്ടെങ്കിൽ ആ വിശ്വാസത്തിൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും, യാതൊരുവിധ മാറ്റമില്ല. കാരണം മർത്താ മറിയത്തിൻ്റെ ഭവനത്തിൽ വെച്ച് യേശു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഇന്ന് വിശ്വാസി മരിച്ചു കഴിഞ്ഞാൽ ക്രിസ്തുവിനോട് കൂടെ ജീവിക്കാൻ സാധിക്കും. കാരണം മരിച്ചവരെ ഉയർപ്പിക്കുന്ന ക്രിസ്തുവാണെന്നുള്ള ബോധ്യത്തിൽ നമുക്കത് വിശ്വസിക്കാൻ സാധിക്കും, യാതൊരുവിധ മാറ്റവും ഇല്ല. അപ്പോസ്തലനായ പൗലോസ് ഇത് ചെയ്യുന്നുണ്ട്. തൻ്റെ ശുശ്രൂഷയിലായിരുന്ന ഒരു വ്യക്തി ഉറക്കത്തിൽ മരണപ്പെട്ട് ജനലിൽ നിന്നും താഴോട്ട് വീണ് കഴിയുമ്പോൾ ആ ശുശ്രൂഷയിൽ അവൻ താഴെ വന്ന് അവനെ ഉയർപ്പിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ വിശ്വാസിക്കും അത് സാധിക്കും, യേശുവിനും അത് സാധിക്കും, യാതൊരുവിധ മാറ്റവും നമുക്കില്ല. ഏലിയ പ്രവാചകന്റെ പ്രാർത്ഥന കേട്ട ദൈവം, എലീശ പ്രവാചകന്റെ പ്രാർത്ഥന കേട്ട ദൈവം, അപ്പോസ്തലനായ പൗലോസിന്റെ പ്രാർത്ഥന കേട്ട ദൈവം, യേശു ക്രിസ്തു മരിച്ചവരെ ഉയർപ്പിച്ച ദൈവം, അതേ ദൈവം ഇന്നും ദൈവമായിരിക്കുകയാൽ ഭൂമിയിൽ വിശ്വാസിക്ക് മരിച്ചവരെ ഉയർപ്പിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞാൽ അത്ഭുതമൊന്നുമില്ല. കർത്താവിൻ്റെ ആത്മാവിൽ അതും സാധിക്കും. പക്ഷെ ഇതും മരിച്ച ഒരു വിശ്വാസി അവൻ്റെ ആത്മാവിൽ നിത്യജീവന് വേണ്ടിയിട്ട് അതിനുവേണ്ടി പ്രാർത്ഥിക്കണമെന്ന് നമുക്ക് എങ്ങനെ ഈ വാക്യത്തെ, കാരണം ഈ മരിച്ചവരെല്ലാം തിരിച്ച് ജീവനിലേക്ക് കടന്നു വരികയായിരുന്നു. ഈ മരിച്ച വ്യക്തികളെല്ലാം തിരിച്ച് ഭൗതിക ജീവിതത്തിലേക്ക്, ലാസറിനെ പോലും യേശു തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരികയായിരുന്നു ചെയ്തത്. അതല്ലാതെ നിത്യജീവിതത്തിലേക്ക് വരുന്ന ഒരു അവസ്ഥയെക്കുറിച്ചല്ല അവിടെ ഒന്നും വിഷയം, ചർച്ചാ വിഷയം, പ്രബോധനം. കാരണം പഴയ നിയമത്തിൽ ഈ വിഷയങ്ങളെല്ലാം മരിച്ച് അവരെ ഉയർപ്പിക്കുന്ന സംഭവമാണ്. ഇതാകട്ടെ എന്തിനു വേണ്ടിയിട്ടാണെന്ന് പൗലോസ് അപ്പോസ്തലൻ വ്യക്തമായിട്ട് നമ്മളോട് പറയുന്നുണ്ട്. മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരായി നിങ്ങൾ ഇരിക്കരുത്, നിങ്ങൾക്ക് പ്രത്യാശ ഉണ്ടാകണം. കാരണം അവർ ദൈവസന്നിധിയിൽ ഉയർത്തുവരുന്ന ഒരു ദിവസമുണ്ട് എന്ന് വ്യക്തമായി വചനത്തിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മളോട് കാണിക്കുന്നത് പുനരുദ്ധാനം ഉണ്ട് എന്ന് കാണിക്കുന്ന ഒരു പ്രബോധനമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ഇവിടെയൊന്നും ഈ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടി ഈ ഒപ്പീസ് ചൊല്ലാനോ കുർബാന അർപ്പിക്കാനോ ഒന്നും, ഒരു പ്രാർത്ഥന ചൊല്ലാനോ ഒന്നും വചനത്തിൽ തെളിവായി നമുക്ക് കാണാൻ സാധിക്കത്തില്ല. അങ്ങനെ ഭൂമിയിലുള്ള ഒരു മനുഷ്യന് ഏതെങ്കിലും ഒരു മരിച്ച വിശ്വാസിയെ സ്വർഗത്തിലേക്ക് എത്തിക്കാമെന്ന് തെളിവ് കാണിക്കാൻ പറ്റുന്ന യാതൊരുവിധ വചനവും പുതിയ നിയമത്തിലോ പഴയ നിയമത്തിലോ ക്രിസ്തുവിൻ്റെ പ്രബോധനത്തിലോ അപ്പസ്തോലിക പാരമ്പര്യത്തിലോ നമുക്ക് കാണാൻ സാധിക്കത്തില്ലെന്ന് ഇതിനാൽ തന്നെ നമുക്ക് വ്യക്തമായി തിരിച്ചറിയാൻ സാധിക്കും. ഇത്രയും വിഷയം നമ്മൾ ഈ പുസ്തകത്തിലൂടെ നമ്മൾ ചർച്ച ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് CCC എന്ന് പറയുന്നു എന്നുള്ള വിഷയം കൂടി നമ്മളൊന്ന് പരിശോധിച്ചു വരികയാണ്. CCC അതിൻ്റെ പേജ് നമ്പർ 266, ആന്തരിക ശുദ്ധീകരണം അഥവാ ശുദ്ധീകരണ സ്ഥലം. ഇതിനെക്കുറിച്ച് CCC അതിൻ്റെ ഖണ്ഡിക 1030 പറയുന്നു, ദൈവത്തിൻ്റെ കൃപാവരത്തിലും സൗഹൃദത്തിലും മരിക്കുന്നവർ പൂർണ്ണമായി ശുദ്ധീകരിക്കപ്പെട്ടവരായെങ്കിൽ നിത്യരക്ഷയുടെ ഉറപ്പ് നേടിയവരാണ്. എന്നാൽ സ്വർഗീയ ആനന്ദത്തിലേക്ക് പ്രവേശിക്കുവാൻ ആവശ്യമായ വിശുദ്ധി നേടുന്നതിന് വേണ്ടി അവർ മരണാനന്തരം ശുദ്ധീകരണത്തിന് വിധേയരാകുന്നു. CCC കുറച്ചുകൂടി ന്യായപരമായിട്ടുള്ളൊരു കാര്യം പറഞ്ഞിരിക്കുന്നത്, അതായത് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ദൈവത്തിന് വിശുദ്ധീകരിക്കാൻ ആവശ്യമുണ്ടെങ്കിൽ ദൈവം വിശുദ്ധീകരിക്കും. പക്ഷേ അന്ധവിശ്വാസിയോ വിശ്വാസമില്ലാത്തവനോ ചുമ്മാ പേരുള്ളവനോ ഇവനൊന്നും വേണ്ടി ഒപ്പീസ് ചൊല്ലാനോ കുർബാന ചൊല്ലാനോ CCC പോലും പറയുന്നില്ല എന്നുള്ളത്. അതായത്
തൻ്റെ ജീവിതത്തിൽ പ്രകടമായ യാതൊരുവിധ വിശ്വാസവുമില്ല. പണ്ടാരോ കൊച്ചിലെ എടുത്തുകൊണ്ടുപോയ ഒരു മാമോദീസ മുക്കിയതല്ലാതെ, കല്യാണത്തിന് പോയി ഒരു കുർബാന സ്വീകരിച്ചതും ഒരു കുമ്പസാരിച്ചതും അല്ലാതെ യാതൊരുവിധ സംഭവം ഇല്ലാത്തവനെ പറ്റി എത്ര കുർബാന ചൊല്ലിയിട്ടും കാര്യമില്ല എന്ന് CCCയും പറയുന്നുണ്ട്. ഭാഗ്യം, അത്രയെങ്കിലും പറയുന്നുണ്ടല്ലോ. തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഈ അന്തിമ ശുദ്ധീകരണത്തെ സഭ ശുദ്ധീകരണ സ്ഥലം, അതായത് തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് മാത്രമാണ് ഈ സംഭവം എന്ന് ഇവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് ദൈവവുമായി അതുപോലെ യോജിച്ചു നിൽക്കുന്ന വ്യക്തിക്കാണ് ഇത് എന്ന് ഇവിടെ പറയുന്നുണ്ട്. അപ്പോഴും എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചോദിച്ചൊരു സംശയം ഇവിടെയുണ്ട്. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി, വിശ്വാസിയായ വ്യക്തി, വിശുദ്ധിയിൽ ജീവിക്കുന്ന വ്യക്തി ഏതെങ്കിലും ചെറിയ പാപം മൂലം, ലഘുവായ പാപം മൂലമാണ് അവനെ ശുദ്ധീകരണ സ്ഥലത്തിട്ട് ശുദ്ധീകരിക്കുന്നതെങ്കിൽ അപ്പോൾ ഇവൻ്റെ കുമ്പസാരം പ്രായോഗികമായി ഉപകാരിക്കപ്പെട്ടില്ലേ എന്നൊരു ചോദ്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചോദിച്ചിരുന്നു. കാരണം ലഘുവായ പാപങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കുഞ്ഞുമക്കളെ നിങ്ങൾ പാപം ചെയ്തു പോകണമെങ്കിൽ ആ പാപങ്ങൾ ദൈവസന്നിധിയിൽ ഏറ്റു പറയുമ്പോൾ നിങ്ങളെ വിശുദ്ധീകരിക്കുന്ന, നീതീകരിക്കുന്ന ഒരു ദൈവം, പിതാവിൻ്റെ സന്നിധിയിൽ കർത്താവായ യേശു ക്രിസ്തു ഉണ്ടെന്ന ലേഖനത്തിൽ, യോഹന്നാൻ തൻ്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന വചനം ഞാൻ ഉദ്ധരിച്ചിരുന്നു. അപ്പോൾ അതും ഉപകാരമില്ലാതെ ആയോ എന്ന ചോദ്യവും, അതുപോലെ തന്നെ നമ്മുടെ കുമ്പസാരമെല്ലാം വെറുതെ ആയോ എന്നൊരു ചോദ്യവും ഞാൻ ചോദിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരം വിഷയങ്ങൾ നമ്മൾ പറയുക, ഇതിൻ്റെ അവസാനത്തിൽ ചെറിയ ഖണ്ഡികയിൽ ഒരു കാര്യം കൂടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതായത് നമുക്ക് അവരെ സഹായിക്കുകയും അവരുടെ ഓർമ്മ ആചരിക്കുകയും ചെയ്യാം. ജോബിൻ്റെ പുത്രന്മാർ തങ്ങളുടെ പിതാവിൻ്റെ ബലി വഴി ശുദ്ധീകരിക്കപ്പെട്ടുവെങ്കിൽ, സിറ്റുവേഷൻ നോക്കണേ, ജോബിൻ്റെ പുത്രന്മാർ തങ്ങളുടെ പിതാവിൻ്റെ ബലി വഴി, ജോബും പുത്രന്മാരും ജീവിച്ചിരിക്കുമ്പോൾ, ജോബും മക്കളും ജീവിച്ചിരിക്കുമ്പോൾ മക്കൾ പാപം ചെയ്തു പോയേക്കുമോ എന്ന് ചിന്തിച്ച് ദൈവസന്നിധിയിൽ ജോബ് അർപ്പിച്ച ബലി. ഇതാകട്ടെ പഴയ നിയമത്തിലുള്ള സിറ്റുവേഷൻ, ജോബിൻ്റെ കാലഘട്ടം മറ്റൊരു വിഷയമാണ്. അപ്പോൾ ഈ ബലി മക്കൾക്ക് അനുഗ്രഹമായെങ്കിൽ, അങ്ങനെയെങ്കിൽ മക്കള് ഒരു പാലം വെച്ചാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വേണമല്ലോ. അപ്പോൾ മരിച്ചുപോയ മക്കള് ബലിയർപ്പിച്ച അത് പിതാക്കന്മാർക്ക് യോഗ്യമാകില്ലേ? അപ്പോഴും അവിടെ ചോദ്യം നിൽക്കുക. കാരണം യേശുവിൻ്റെ കാൽവരിയിലെ ക്രൂശിലെ ബലി ഏറ്റവും യോഗ്യമായത് യേശു അർപ്പിച്ചതാണ്, അതെയോ നമ്മൾ ഇന്ന് അച്ഛന്മാർ അർപ്പിക്കുന്നതാണോ എന്നുകൂടെ ഇവിടെ ഒരു ചിന്തയ്ക്ക് വെക്കുക. വീണ്ടും നമ്മുടെ കാഴ്ചകൾ അവർക്ക് അല്പമാശ്വാസം നൽകുമെന്നതിൽ നാം എന്തിനു സംശയിക്കണം? അതൊരു നല്ല ചോദ്യം. അതായത് നമ്മുടെ കാഴ്ചകളും മരിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ ബലികളും അല്പമാശ്വാസം അവർക്ക് നൽകുമെങ്കിൽ നാം എന്തിന് ശങ്കിക്കണം? തീർച്ചയായിട്ടും നമ്മൾ ശങ്കിക്കരുത്. അങ്ങനെ ശങ്കിച്ചാൽ നമ്മുടെ പണസമ്പാദന മാർഗം തീർച്ചയായിട്ടും ഇല്ലാതെയാകും. ഒരു വാക്യം കൂടി പറയുകയാണ്, മരിച്ചവരെ സഹായിക്കുന്നതിലും നമ്മുടെ പ്രാർത്ഥനകൾ അവർക്കായി സമർപ്പിക്കുന്നതിലും നാം യാതൊരു വിധത്തിലും സംശയിക്കുകയോ ശങ്കിക്കുകയോ ചെയ്യരുത്. അങ്ങനെ ശങ്കിച്ചാൽ നമ്മുടെ വരുമാന മാർഗം ഇല്ലാതെയാകും. അതുകൊണ്ട് വിശ്വാസി എങ്ങനെയെങ്കിലും നീ ഇത് വിശ്വസിച്ചോണം. പ്രിയമുള്ള ദൈവജനമേ, തിരിച്ചറിയുക, ഈ ഭൂമിയിൽ നീ ആയിരിക്കുമ്പോൾ നീ വിശ്വാസം ഏറ്റുപറഞ്ഞ് വിശ്വസിച്ച് നീ രക്ഷ പ്രാപിക്കണം. ന്യായവിധിയെക്കുറിച്ച് വചനം യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 18-19 വാക്യങ്ങൾ പറയുന്നുണ്ട്. പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും പ്രകാശത്തെക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു, ഇതാണ് ശിക്ഷാവിധി. എന്താണ് ശിക്ഷാവിധി? ക്രിസ്തുവാകുന്ന പ്രകാശത്തെ സ്വീകരിക്കാതെ അവൻ അന്ധകാരത്തെ സ്വീകരിച്ചു, അതാണ് ശിക്ഷാവിധി. യേശുവിനെ കർത്താവായി സ്വീകരിക്കാതെ, തൻ്റെ പരസ്യ ജീവിതത്തിൽ ഏറ്റെടുക്കാതെ, വിശ്വസിക്കാതെ ലോകത്തിൻ്റെ മോഹങ്ങൾക്ക് കീഴ്പ്പെട്ട് അടിമയായി ജീവിച്ചവനാണ് ശിക്ഷാവിധി. അങ്ങനെ ജീവിച്ചവനെ സംബന്ധിച്ച് വിശ്വാസിയല്ല അവൻ തിരഞ്ഞെടുക്കപ്പെട്ടവനല്ല, അവൻ പുറന്തള്ളപ്പെട്ടവനാണ്. അവന് വേണ്ടി എത്ര ബലിയർപ്പിച്ചാലും, അവന് വേണ്ടി എന്തൊക്കെ കാഴ്ചകൾ അർപ്പിച്ചാലും, എത്ര ഒപ്പീസ് ഇല്ലാലും യാതൊരു വിധത്തിലും അവൻ ദൈവരാജ്യത്തിൽ എത്തത്തില്ലെന്ന് വിശുദ്ധ ബൈബിൾ വ്യക്തമായിട്ട് പറയുമ്പോൾ നമ്മൾ എന്തിനു വെറുതെ പണം ചെലവാക്കുന്നു? കർത്താവിന് ശുദ്ധീകരിച്ച് ദൈവസന്നിധിയിൽ എത്തിക്കാൻ കഴിയുമെന്ന്, അങ്ങനെ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. അങ്ങനെ ദൈവത്തിന് സാധിക്കുമെങ്കിൽ അത് ദൈവം തന്നെ ചെയ്യട്ടെ. നമുക്കതിനകത്ത് യാതൊരു വിധ റോളുമില്ല. ശുദ്ധീകരണ സ്ഥലത്തുള്ള ഏതെങ്കിലും ആത്മാക്കൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ നമുക്കൊരു റോളുണ്ടെന്ന് ചിന്തിക്കുമ്പോൾ അത് നമ്മളെ എത്തിക്കുന്നത്, നാളെ ഞാൻ മരിച്ചാലും എൻ്റെ മക്കൾ എന്തെങ്കിലും ചെയ്ത് എന്നെ എങ്ങനെയെങ്കിലും ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് ദൈവരാജ്യത്തിലേക്ക് എത്തിക്കുമെന്ന തെറ്റിദ്ധാരണ, ഇത് നമുക്ക് വളം വയ്ക്കുന്നത് ഇന്നത്തെ മാനസാന്തരണത്തിനും അനുതാപത്തിനും, ഇന്ന് ഞാൻ ചെയ്യേണ്ട സൂര്യാസ്തമയത്തിന് മുൻപ് നിന്റെ കോപം ശമിപ്പിക്കണം, ദൈവസന്നിധിയിലേക്ക് നീ തിരിച്ചു വരണമെന്ന് പറഞ്ഞ യേശുവിൻ്റെ പ്രബോധനത്തെ വലിച്ചെറിഞ്ഞുകൊണ്ട് വിശ്വാസി അവിശ്വാസിയായി അന്ധതയിൽ ജീവിക്കുവാൻ ഇട നൽകുന്ന ഒരു തെറ്റായ സാത്താൻ്റെ കെണിയാണെന്ന് ഇനിയെങ്കിലും നമ്മൾ തിരിച്ചറിയണം. പ്രിയമുള്ളവരെ, ഒരു കാര്യം വിശ്വസിക്കുക, യേശു സർവ്വതിനും മതിയായവൻ.
അവനിൽ വിശ്വസിക്കുന്നവനെ രക്ഷിക്കുവാൻ കഴിയുന്നവൻ, അവനെ ഏറ്റെടുക്കുന്നവനെ രക്ഷിക്കാൻ കഴിയുന്നവൻ യേശു കർത്താവാണെന്ന് നീ ആദരം കൊണ്ട് ഏറ്റു പറയുക. സ്വർഗത്തിലെ ദൂതന്മാരുടെ മുൻപിൽ എൻ്റെ നാമം, നിൻ്റെ നാമം, നമ്മുടെ നാമം യേശു ഏറ്റു പറയും. നമ്മളെ വഹിക്കാൻ ദൂതന്മാർ ഇറങ്ങി വരിക തന്നെ ചെയ്യും. നമ്മുടെ ആത്മാവിനെ ദൈവസന്നിധിയിലെത്തിക്കും. നമ്മുടെ കാവൽ ദൂതന്മാർ നമ്മളെ കാത്തു പരിപാലിക്കും. ഇത് തന്നെയാണ് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇതാണ് ആദിമസഭ നമ്മളെ പഠിപ്പിച്ചത്, അപ്പസ്തോലിക പാരമ്പര്യം നമ്മളെ പഠിപ്പിച്ചത്. ഇടയ്ക്ക് എവിടെയോ വഴിതെറ്റിപ്പോയി, എവിടെയോ നമ്മളെ തെറ്റിച്ചു. ഇനിയെങ്കിലും നമ്മൾ തിരിച്ചറിയണം, സത്യത്തിലേക്ക് തിരിച്ചു വരുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.